നീ അറിയും. ഇന്നിൽ പാപി ഞാൻ നാഥാനിൻ സന്നിധം വരുന്നു താഴ്മയായി. സന്നിധം വരുന്നു താഴ്മയായി. ഉന്നതം എനിക്കു നേർവഴി കാട്ടും എല്ലാം കൃപയാൽ നൽകും. നാഥാനിൻ സന്നിധം വരുന്നു താഴ്മയായി. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വ്യത്യസ്ത മേഖലകളിലും സാഹചര്യങ്ങളിലും ക്രിസ്തുവിൻ്റെ ദർശനം ലഭിച്ചതിനെക്കുറിച്ചുള്ള വിവിധ സംഭവങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ഭാവങ്ങളിൽ ദൈവത്തിൻ്റെ സന്ദർശനമുണ്ടാകുമ്പോൾ അത് തിരിച്ചറിയുവാൻ കഴിയുന്നതാണ് അനുഗ്രഹം. പഴയ വേലയിലേക്ക് മടങ്ങിപ്പോയ പത്രോസിനും മറ്റ് ശിഷ്യന്മാർക്കും ലഭിച്ച ഒരു ദർശനം യോഹന്നാൻ 21:1 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്മാറ്റത്തിൽ പോയിട്ടും അവരെ ത്യജിച്ചു കളയാതെ അന്വേഷിച്ച് ചെല്ലുന്ന സ്നേഹമാണ് ദൈവസ്നേഹം. തൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ അല്ല അവർ, എന്നിട്ടും കടൽക്കരയിൽ അവർക്കായി അവൻ കാത്തിരിക്കുന്നു. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാ നമ്മുടെ കർത്താവ്. മീൻ പിടിക്കുവാനായി മടങ്ങി വന്ന ഈ ശിഷ്യന്മാർ നിരാശരാണ്. യേശു ആരംഭിച്ചതും അവർ പങ്കുചേർന്നതുമായ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടമായവർ. മീൻ പിടിക്കുന്ന വേലയിൽ നിന്നും മനുഷ്യരെ പിടിക്കുന്ന വേലയിലേക്ക് നിയമിച്ചാക്കിയ യേശു ഇതാ ക്രൂശിക്കപ്പെട്ടു. യേശുവിനെ ക്രൂശിൽ ഉയർത്തിയതുപോലെയുള്ള അനുഭവം തങ്ങൾക്കും ഉണ്ടാകാം എന്ന് അവർ ഭയപ്പെട്ടു. ഉപജീവന മാർഗവും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചതിൻ്റെ ഫലമായി നഷ്ടപ്പെട്ടു പോയ 3.5 വർഷത്തെക്കുറിച്ചുള്ള ചിന്തയും അവരെ നിരാശരാക്കി. ഇപ്പോൾ പഴയ വേലയിലേക്ക് മടങ്ങി വന്നു. എങ്കിലും വല വീശിയിട്ട് ഒന്നും തന്നെ ലഭിച്ചില്ല. കടലിൽ മീൻ ഇല്ലാഞ്ഞിട്ടല്ല, അവരുടെ പടകിൻ്റെ വലതുവശത്ത് തന്നെ പെരുത്ത മീൻകൂട്ടമുണ്ടായിരുന്നു. അത് യേശു കണ്ടു. യോഹന്നാൻ 21:6. എങ്കിലും അവർ വല വീശിയിട്ട് ഒരു മീൻ പോലും ലഭിച്ചില്ല. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. വേലയിൽ പരാജയപ്പെട്ടു. എല്ലാം കൊണ്ട് നിരാശരായ ശിഷ്യന്മാർക്കുണ്ടായ ഈ അനുഭവം പോലെയുള്ള അനുഭവങ്ങൾ നമുക്കും ഉണ്ടായിട്ടില്ല. വേലയിൽ പരാജയം, മക്കളുടെ ഭാവി കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നില്ല, അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകിയിട്ടും ജോലി കണ്ടെത്തുവാൻ കഴിയുന്നില്ല, രോഗത്തിൻ്റെ ഫലമായി ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നു, ഭാവിയെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടമായിരിക്കുന്നു. എന്നാൽ പരാജയബോധത്തിൻ്റെയും നഷ്ടബോധത്തിൻ്റെയും നിരാശയുടെയും അനുഭവത്തിൽ ആയിത്തീരുമ്പോൾ നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല നമ്മളുടെ കർത്താവ്. ജീവിത പരാജയങ്ങളിൽ നമ്മെ തള്ളിക്കളയുന്നവനല്ല അവൻ. തിബിരിയാസ് കടൽക്കരയിൽ പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവൻ പറയുന്നത്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. യെശയ്യാവ് 49:15-16 വാക്യങ്ങൾ. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് വേറൊരു ചിന്ത കൂടി നൽകുന്നുണ്ട്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ നിരാശയും പരാജയബോധവും എല്ലാം മാറ്റി. തുടർന്ന് പത്രോസിനെ മാത്രം വിളിച്ച് ചോദിക്കുന്നത്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? 21:15. ചില ദിവസങ്ങൾക്ക് മുൻപ് യേശുവിനെ തള്ളിപ്പറഞ്ഞതിൽ കൂടി ഏറ്റവും വലിയ ഒരു വഞ്ചകനായി പത്രോസ് തീർന്നിരിക്കുകയാണ്. എങ്കിലും ഏത് വലിയ പാപിയോടും ക്ഷമിക്കുന്ന അതുല്യ സ്നേഹം പത്രോസിനെ തേടി അവൻ്റെ വേലസ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഒരുപക്ഷേ ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്, പത്രോസിനെ പോലെ ഞാൻ യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ടില്ലല്ലോ എന്നായിരിക്കാം. എന്നാൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിൽ കൂടിയും ദിവസവും എത്രയോ പ്രാവശ്യമാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിലും യേശു നമ്മെ സ്നേഹിക്കുന്നു. മൂന്നാമത് യേശു ഈ ചോദ്യം തന്നെ ചോദിക്കുമ്പോൾ അവിടെ വലിയൊരു ഏറ്റുപറച്ചിലിൻ്റെ അനുഭവം ഉണ്ടാകുന്നു. പത്രോസ് പറയുന്നത്, കർത്താവേ, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. 21:17.
ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഉരുത്തിരിഞ്ഞ യഥാർത്ഥ അനുതാപത്തിൻ്റെ സ്വരമായിരുന്നു അത്. കർത്താവിനോട് കൂടി നടന്നപ്പോൾ ഒന്നും അവനോടുള്ള സ്നേഹം വെളിപ്പെടുത്തുവാൻ പത്രോസിന് കഴിഞ്ഞിട്ടില്ല. കർത്താവിനോട് കൂടി നടന്ന ചില സമയങ്ങളിൽ വാക്കുപാലിക്കാത്തവനായിരുന്നു, ചിലപ്പോൾ ഭീരുവായിരുന്നു, ചിലപ്പോൾ വാളെടുക്കുന്നവനായിരുന്നു, കൂട്ടുകാരെ വഴിതെറ്റിച്ച് വീണ്ടും മീൻപിടുത്തത്തിലേക്ക് നയിച്ചവനും. എന്നാൽ ഇപ്പോൾ യേശുവിൻ്റെ ചോദ്യത്തിന് മുൻപിൽ പതറിപ്പോയി. തുടർന്ന് തൻ്റെ മനസ്സ് യേശുവിൻ്റെ മുൻപിൽ മുഴുവനായി തുറന്ന് പറയുന്നത്, കർത്താവേ, എന്നെക്കുറിച്ചുള്ളതെല്ലാം നിനക്കറിയാം. അവനിലുണ്ടായ രൂപാന്തര അനുഭവമാണ് ഈ ഏറ്റുപറച്ചിലിനായി വഴിയൊരുക്കിയത്. നമ്മെ മുഴുവനായി അറിയുന്നൊരു കർത്താവിൻ്റെ മുൻപിലാണ് നാം നിൽക്കുന്നത്. അവൻ്റെ മുൻപിൽ ഒന്നും മറയ്ക്കുവാൻ നമുക്ക് കഴിയില്ല. യഥാർത്ഥമായ രൂപാന്തര അനുഭവത്തോടു കൂടി ഒരു ഏറ്റുപറച്ചിൽ നമ്മിൽ ഉണ്ടായിട്ടുണ്ടോ? പത്രോസിൻ്റെ ഉള്ളു മുഴുവൻ തുറന്നു പറഞ്ഞതുപോലെ പറവാൻ നാം ഒരുക്കമുള്ളവരോ? എങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്കും ഉറച്ച വിശ്വാസത്തോട് കർത്താവിനോട് പറയാം, കർത്താവേ, എന്നെ മുഴുവൻ നീ അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ കുറ്റങ്ങളെ ഒന്നും ഓർക്കാതെ എന്നെ സ്നേഹിക്കുന്ന കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നിന്നെ സ്നേഹിക്കുന്നു. ആമേൻ. എല്ലാം തുറയാൽ നൽകും നാഥാനിൻ സന്നിധം വാഴുന്നു താഴ്മയായി. യേശുവേ എന്റെ നാഥാ, എല്ലാം നീ അറിയും. ഇന്നിൽ പാപി ഞാൻ നാഥാ നിൻ സന്നിധം വരുന്നു താഴ്മയായി. സന്നിധം വരുന്നു താഴ്മയായി. ഉന്നതമെനിക്കു നേർവഴി കാട്ടും എല്ലാം കൃപയാൽ നൽകും നാഥാവിൻ സന്നിധം വരുന്നു താഴ്മയായി. എൻ എല്ലാം കൃപയാൽ നൽകും